ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് മൈദയും മുട്ടയൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രെഡാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അതിനായി ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ടു, ദെൻ 2-3 സ്പൂൺ പാൽ ഒഴിച്ചു, അതിലേക്ക് ഒരു അര സ്പൂൺ പഞ്ചസാര ഒഴിച്ചു കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ബാക്കിയുള്ള പാൽ, 1 കപ്പ് പാലുണ്ടായിരുന്നു, അത് ഒഴിച്ചു. അതിലേക്ക് ഒരു അര കപ്പ് തൈരും കൂടി ഒഴിച്ചു കേട്ടോ. ഒഴിച്ചിട്ട് എല്ലാം കൂടി, എനിക്കത് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് എല്ലാം കൂടി ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായി ഇളക്കുക. ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഞാനിതപ്പോൾ ഇന്ന് വിസ്ക് വെച്ചിട്ടാണ് ഇളക്കണം. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. ആ കുഴയ്ക്കുന്നതാണ് നമുക്ക് മെയിൻ. നന്നായി കുഴച്ച് സോഫ്റ്റായിട്ട് വെക്കുക. അതാ ഞാനൊരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഷേപ്പാണ് ഉള്ളത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നിറച്ച് അതിനെ ഒന്ന് കുറച്ച് നേരം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അതിനെ ഒന്ന് വീണ്ടും കുഴച്ച ശേഷം പ്രീ ഹീറ്റ് വീണ്ടും 1 മണിക്കൂർ പൊങ്ങാൻ വെച്ചു കേട്ടോ. അതൊന്ന് പൊങ്ങി വരുമല്ലോ. എന്നിട്ട് ഓവനല്ല, നമ്മുടെ ഓവൻ എന്ന് പറയുക, പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. ഒരു ഹൈയിലാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ്, അല്ലെങ്കിൽ കുറച്ച് മീഡിയം ആണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഈ കേക്ക് ട്രേനെ ഇറക്കി വെച്ചു. ഞാൻ ഇതിലാണ് കേക്കും ഉണ്ടാക്കാറ് കേട്ടോ. ബ്രെഡും കേക്കും ഒക്കെ എല്ലാം ഈ ഷേപ്പേ വരുള്ളൂ, അതുകൊണ്ട് ഓക്കെ. എന്നിട്ട് അതിനെ ഒന്ന് അടച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റും വെച്ചിട്ട് അതിനെ ഒരു 40 മിനിറ്റ്സ് കേട്ടോ വെച്ച് കഴിഞ്ഞ ഉടനെ അത് 40 മിനിറ്റ്സ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാം, ബ്രെഡിൻ്റെ മണമൊക്കെ വരും. ഓക്കെ, അതിനെ ഒന്ന് തുറന്ന് അടിപൊളിയായിട്ടായിട്ടുണ്ട്. അതിൻ്റെ മേലെ വന്ന് കുറച്ച് എള്ളും കൂടി വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെഡ് അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാത്രത്തിൽ വെച്ചുകൊണ്ട് കുറച്ച് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കൈ ചൂടാവുമല്ലോ, അതുകൊണ്ട് സൂക്ഷിച്ചെടുക്കണം. ഓക്കെ, എൻ്റെ ചാനലിൽ ഒരുപാട് പുതിയ വ്യൂവേഴ്സിനെ കാണുന്നുണ്ട്, നിറയെ പുതിയ വ്യൂവേഴ്സ് ഉണ്ട്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്കിവിടെ അടിപൊളി അതിനെ ഒന്ന് കൂൾ ചെയ്യാൻ വെച്ച ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്താം കേട്ടോ. സോ അടിപൊളി ഇതവിടെ നമുക്ക് ബ്രെഡ് തയ്യാറാണ്. ബ്രെഡ് പറയുമ്പോൾ നമ്മൾ കടയിൽ വാങ്ങണ ബ്രെഡ് പോലെയൊന്നും വിചാരിക്കേണ്ട. ഇത് നമ്മൾ ആ കേക്ക് ട്രേയിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ ഷേപ്പ്, ഫ്ലവറിൻ്റെ ഷേപ്പ് കേട്ടോ. പക്ഷേ ടേസ്റ്റിനോ സ്പോഞ്ചിനോ, അതായത് സ്പോഞ്ച് പോലെ ഉണ്ട്, അതിനോ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അതാ കണ്ടില്ലേ. അതുപോലെ അതിൽ നിറയെ എന്താ പറയുക, ഫെർമെൻ്റായിട്ട് അതിൽ നിറയെ ഹോൾസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ മെയിൻ ഇത്. അപ്പോൾ അതാണ് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കും, കാണുമ്പോൾ തന്നെ അറിയുക. കണ്ടു, നിറയെ ഹോൾസ് ഉണ്ട് അതിൽ. സോഫ്റ്റും കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതാ കണ്ടില്ല, അതിനെ നമുക്ക് വേണ്ട രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കാം വീട്ടിൽ. ഇപ്പോൾ കുറച്ച് വലിയ സൈസാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ സ്ലൈസ് ചെയ്യുക. ഞാൻ ഇന്ന് നീളത്തിൽ ഒരു 2ആയിട്ടാണ് സ്ലൈസ് ചെയ്യാൻ പോണത് കേട്ടോ. റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ കണ്ടോ, ഹോൾസ് അടിപൊളിയായിട്ടില്ലേ. ഈവൻ നമ്മൾ എള്ള് വിതറിയുകൊണ്ട് അതും നന്നായിട്ടുണ്ട്. വൈറ്റോ ബ്ലാക്കോ ഏത് എള്ള് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു അടിപൊളി ബ്രെഡ് തയ്യാറാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ, നിങ്ങളുടെ വിമർശനങ്ങളും. ഓക്കെ, ഹാപ്പി കുക്കിംഗ്.